പെണ്ണ് രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 53. പോകുന്ന വഴിക്ക് ഏതോ ഒരു ഹോട്ടലിൽ കയറി അത്താഴവും കഴിഞ്ഞിറങ്ങുമ്പോൾ സമയം രാത്രി 10:30 കഴിഞ്ഞിരുന്നു. ഇനി എത്ര ദൂരമുണ്ട് അനുവേട്ടാ? ഉറക്കം തൂങ്ങിക്കൊണ്ടിരുന്നവൾ മെല്ലെ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന അനിരുദ്ധിനെ തട്ടി വിളിച്ചുകൊണ്ട് ചോദിച്ചു. കൂടിപ്പോയ ഒരമണിക്കൂർ കാർത്തു. അവൻ മുന്നിലെ ഇരുട്ട് നിറഞ്ഞ റോഡിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ പറഞ്ഞു. എന്നാലും ഇതിത്തിരി കടുത്തുപോയി. ഹോ, ഇരുന്നിരുന്നു മടുത്തു. കാർത്തിക ഒട്ടൊരു തളർച്ചയോടെ പിൻ സീറ്റിലേക്ക് തല അമർത്തി ചാരിയിരുന്നു. റിയർ വ്യൂ മിററിലൂടെ അത് കണ്ട അനിരുദ്ധ് ഒന്ന് ചിരിച്ചത് മാത്രമേ ഉള്ളൂ. എന്താ നീയൊന്നും മിണ്ടായിരിക്കുന്നേ? നിനക്കെന്തു പറ്റി കുഞ്ഞേ? കാർത്തികയുടെ അരികിലായി പിൻ സീറ്റിലിരിക്കുന്ന ചുമ്മുവിൻ്റെ നിശബ്ദത കണ്ടതും പൊടുന്നനെ അനിരുദ്ധ് ചോദിച്ചു. ഒന്നുമില്ല അനുവേട്ട, ചെറിയൊരു തലവേദന പോലെ. അവള് ഒട്ടൊരു ചിരിയോടുകൂടി മുൻപിലിരിക്കുന്ന അനുവിനെ നോക്കി. അപ്പോഴാണ് മാധവ് അവളെ ശ്രദ്ധിക്കുന്നത്. ഒട്ടും വയ്യേ? കോ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന കണ്ണൻ തല ചരിച്ച് പിന്നിലേക്ക് നോക്കി പൊടുന്നനെ അവളോട് ആദ്യോടെ ചോദിച്ചു. കുഴപ്പമില്ല. ഒറ്റ വാക്കിൽ മറുപടി കൊടുത്തിട്ട് അവൾ വീണ്ടും പുറത്തെ ഇരുട്ടിലേക്ക് ഉറ്റുനോക്കി. ഏകദേശം 1/4 മണിക്കൂർ കഴിഞ്ഞതും അവരുടെ വണ്ടി ഒരു റിസോർട്ടിന് മുന്നിൽ ചെന്ന് നിന്നു. എല്ലാവരും അതിൽ നിന്നിറങ്ങിയതും ഒരു സെക്യൂരിറ്റി ഓടി വന്ന് അവരുടെ കയ്യിൽ നിന്നും കാറിൻ്റെ ചാവി വാങ്ങി വണ്ടിയെ എടുത്തുകൊണ്ട് പാർക്കിങ്ങിലേക്ക് പോയി. അവർ 4 പേരും കൂടി റിസോർട്ടിനുള്ളിലേക്ക് കയറി ചെന്നു. ആദ്യം തന്നെ മനോഹരമായ ഒരു ഹാളിലേക്കാണ് അവർ ആനയിക്കപ്പെട്ടത്. ആഡംബരത നിറഞ്ഞ ആ ഹാളിൻ്റെ ഒരു വശം റിസപ്ഷനായിരുന്നു. മറുവശം ലിഫ്റ്റും മറ്റു കാര്യങ്ങളും ഒക്കെയായി സെറ്റ് ചെയ്തിരിക്കുന്നു. കാർത്തികയും ചുമ്മുവും കൂടി അവിടെ കിടന്ന സോഫയിലേക്ക് ഇരുന്നതും മാധവും അനിരുദ്ധും കൂടി റൂമിൻ്റെ കാര്യങ്ങൾ തിരക്കുവാൻ വേണ്ടി റിസപ്ഷനിലേക്ക് നടന്നു. മുൻകൂട്ടി ബുക്ക് ചെയ്തത് കൊണ്ടാവാം പെട്ടെന്ന് തന്നെ അവർ മുറിയുടെ കീയുമായി തിരിച്ചെത്തിയത്. പോകാം. അനിരുദ്ധ അത് പറഞ്ഞ് റിസപ്ഷൻ്റെ തൊട്ടരികിലായുള്ള ലിഫ്റ്റിന് നേർക്ക് നടന്നതും ബാക്കി മൂവരും അവനെ അനുഗമിച്ചു. ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു അവരുടെ മുറികൾ. അതും അടുത്തടുത്ത് കോറിഡോറിനെതിരായിട്ടുള്ള 2 സ്യൂട്ട് റൂമുകൾ. ഇപ്പോൾ തന്നെ ഒരുപാട് വൈകി. നിങ്ങൾ കിടന്നോളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാൻ മറക്കരുത്. ഒരു റൂമിൻ്റെ ഡോർ തുറന്നു കൊടുത്തുകൊണ്ട് കാർത്തികയോടും ചുമ്മുവിനോടും അതിനുള്ളിലേക്ക് കയറിപ്പോകുവാൻ മാധവ് നിർദ്ദേശിച്ചു. ഞങ്ങൾ ഈ റൂമിലുണ്ടാവും. അറിയാൻ മേലാത്ത സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ മുറി തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കണ്ട. എന്തുണ്ടായാലും വിളിച്ചോണം. അവരുടെ മുറിക്ക് തൊട്ടെതിർവശത്തായി കാണുന്ന റൂമിൻ്റെ ഡോർ തുറന്ന് കയറുന്നതിനിടയിൽ വീണ്ടും അവരെ അവൻ ഓർമ്മിപ്പിക്കാൻ മറന്നില്ല. ശരി കർണേട്ടാ. കാർത്തിക പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞെങ്കിലും ചുമ്മാ ഒന്നും പറയാതെ അവർക്ക് നൽകിയ റൂമിലേക്ക് അകത്തേക്ക് കയറിപ്പോവുകയാണ് ചെയ്തത്. മാധവ് അത് ശ്രദ്ധിച്ചുവെങ്കിലും അവൻ്റെ ചുണ്ടിൽ ഒരു ചെറുചിരി ഉണ്ടായിരുന്നു എന്നത് മറ്റൊരു സത്യം. ഹോ, എന്തൊരു ക്ഷീണം, ഒന്ന് കിടന്നാ മതി. അതേസമയം അകത്തേക്ക് കയറിയ കാർത്തിക ഡോർ കുറ്റിയിട്ടിട്ട് ഒരൊറ്റ ചാട്ടമായിരുന്നു കട്ടിലേക്ക്. എടി, നിനക്ക് കുളിയും നനയൊന്നും ഇല്ലേ? ചുമ്മാ അവളെ നോക്കി കണ്ണുരട്ടി. ഒന്ന് പോയേടി. രാത്രി 12 മണിക്ക് അവൾക്കടെ ഒരു കുളി. എന്തായാലും വെളുപ്പിന് എഴുന്നേറ്റ് കുളിക്കണ്ട. അതുകൊണ്ട് എനിക്കിനി വയ്യ. പറഞ്ഞതും കാർത്തു തലവഴി കംഫർട്ട് മൂടിയത് ഒരുപോലെയായിരുന്നു. ഈ പെണ്ണ്. അവളെ നോക്കി എന്ന് ചിരിച്ചിട്ട് ഇട്ട് മാറാനുള്ള ഡ്രസ്സുമായി അവൾ വാഷ്റൂമിലേക്ക് നടന്നു. കുളി കഴിഞ്ഞ് തുണി മാറ്റി റൂമിലേക്ക് തിരികെ വന്നവൾ കാണുന്നത് കമിഴ്ന്ന് കിടന്ന് കൂർക്കം വലിച്ചിറങ്ങുന്ന കാർത്തികയാണ്. ഈ പെണ്ണ്, ഇവളൊക്കെ എങ്ങനെയാണ് ഏടത്തിയമ്മായി ഞാൻ കാണുന്നത്? ഒരു പുഞ്ചിരിയോടെ ചുമ്മു അവളുടെ അരികിലേക്ക് ചെന്ന് കയറി കിടന്നു. ശേഷം ഫോൺ എടുത്ത് പങ്കുവിൻ്റെ ഫോണിലേക്ക് വന്ന കാര്യം മെസ്സേജ് ചെയ്തിട്ട് കണ്ണുകൾ അടച്ചു. യാത്ര ചെയ്തതിൻ്റെ ക്ഷീണമോ അതോ ഒന്ന് കുളിച്ചതിൻ്റെ സുഖമോ ചുമ്മാ വളരെ പെട്ടെന്ന് തന്നെ ഉറക്കത്തിലേക്ക് ആഴ്ന്നുപോയി. മിനിറ്റുകൾ മണിക്കൂറുകളിലേക്ക് വഴിമാറി. അടുത്തു നിന്നുള്ള അടക്കി പിടിച്ച സംസാരവും ചിരിയുമൊക്കെ ചെവിയരികിൽ തുടർച്ചയായി പതിഞ്ഞപ്പോഴാണ് ചുമ്മാ പൊടുന്നനെ കണ്ണുകൾ തുറന്ന് ചുറ്റും നോക്കിയത്. ഈ സമയത്ത് ഇതാരാ സംസാരിക്കുന്നേ? തലപൊക്കി ഇടത്തുവശത്തേക്ക് ഒന്നേ നോക്കിയുള്ളവൾ ഫോണിൽ സംസാരിക്കുന്ന കാർത്തുവിനെയാണ് പെണ്ണപ്പോൾ കണ്ടത്. ഇവളെപ്പോൾ എഴുന്നേറ്റു? ചുമ്മാ അപ്പോൾ ചിന്തിച്ചത് അക്കാര്യമായിരുന്നു. കാർത്തികയുടെ മുഖഭാവവും സംസാരത്തിലെ കൊഞ്ചലും കുറുകലും ഒക്കെ കണ്ടപ്പോൾ തന്നെ ആ കോളിൻ്റെ മറുവശത്ത് അനിരുദ്ധാണെന്നുള്ള കാര്യം ആരും പറയാൻ തന്നെ ചുമ്മുവിന് മനസ്സിലായിരുന്നു.
താൻ ഉറങ്ങിയാണെന്ന് വിചാരിച്ചുകൊണ്ടാവാം പെണ്ണിത്തിരി ഉച്ചത്തിൽ സംസാരിക്കുന്നത്. കാർത്തുവിനൊരു ബുദ്ധിമുട്ടാവരുതെന്ന് കരുതി ചുമ്മു ഇത്തിരി മുൻപ് കിടന്നതുപോലെ തന്നെ കണ്ണുകൾ അടച്ച് വീണ്ടും കടന്നു. എങ്കിലും തൊട്ടരികിൽ നിന്നും വരുന്ന കുറുകലുകളും അടക്കി പിടിച്ച സംസാരവും അവളെ ഒട്ടൊന്ന് ലൈമയിലാക്കി. ഇടയ്ക്കിടയ്ക്ക് കാർത്തുവിൻ്റെ പതിഞ്ഞ പൊട്ടിച്ചിരി കേൾക്കാൻ പറ്റുന്നുണ്ട്. പോ അനുവേട്ട എന്നും പറഞ്ഞ് അടക്കി പിടിച്ചുകൊണ്ട് കക്ഷി എന്തൊക്കെയോ പറയുന്നുണ്ട്. ഒച്ച കേൾപ്പിക്കുന്നുണ്ട്. ഫോണിൽ കൂടി ആലസ്യത്തോടെ ചുംബനങ്ങൾ കൈമാറുന്നുണ്ട്. ചുമ്മുവിന് അതും കൂടി ആയപ്പോഴേക്കും എന്തോ പോലെ തോന്നിത്തുടങ്ങി. അവൾ സ്വയം അറിയാതെ തന്നെ കണ്ണുകൾ തുറന്നു അടുത്ത് കിടക്കുന്നവരുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. ആ മുഖം ചുവന്നിട്ടുണ്ട്. ചോര തൊട്ടെടുക്കാൻ പാകത്തിൽ. കണ്ണുകൾ പിടയുന്നുണ്ട്. കവിളിൽ നാണത്തിൻ്റെ പൂക്കൾ വിരിയുന്നുണ്ട്. AC-യുടെ തണുപ്പിലും പെണ്ണിന് ചുണ്ടിന് മുകളിലും നെറ്റിത്തടത്തിലും വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് അപ്പുറത്തു നിന്നും കേൾക്കുന്ന സംസാരത്തിൻ്റെ പ്രത്യാഖ്യാതമായി കാർത്തികയുടെ ശ്വാസോച്ഛ്വാസം പോലും വർദ്ധിക്കുന്നത് ചുമ്മാ ഒട്ടൊരു അമ്പരപ്പോടെയാണ് നോക്കിക്കിടന്നത്. ഈശ്വര, പ്രണയം ഒരു മനുഷ്യനെ ഇങ്ങനെയൊക്കെ മാറ്റുമോ? അവൾ ചിന്തിച്ചു പോയി. അതിനുമപ്പുറം ചുമ്മാ അനുരുദ്ധനെക്കുറിച്ചായിരുന്നു അപ്പോൾ ആലോചിച്ചത്. താൻ കണ്ടിട്ടും കേട്ടുമില്ലാത്ത അനുവേട്ടനെയാണ് താൻ ഇന്ന് കണ്ടത്. ഇത്തിരി ഗൗരവവും കാർക്കശ്യവും ഒക്കെയുള്ള അനുവേട്ടനാണ് ഈ പാതിരാത്രിയെന്നോ വെളുപ്പംകാലമെന്നോ നോക്കാതെ ഫോണിൽ കൂടി കുറുകുന്നതും ഇക്കണ്ട പരിപാടികളൊക്കെ കാണിച്ചു കൂട്ടുന്നതും. പെട്ടെന്നാണ് കാർത്തികയിൽ നിന്നും ചെറിയ രീതിയിലുള്ള ശബ്ദങ്ങൾ ഉയരുന്നത് ചുമ്മു കേട്ടത്. അതും കൂടി ആയപ്പോഴേക്കും ഇനിയൊന്നും താങ്ങാൻ വയ്യെന്നുള്ള രീതിയിൽ ചുമ്മു കണ്ണുകൾ ഇറുക്കി അടച്ചു കളഞ്ഞു. ചുമ്മുവിന് ആ മുറിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്തേക്ക് പോകണമെന്ന് തോന്നിപ്പോയി. പക്ഷെ പരിചയമില്ലാത്ത സ്ഥലം, അതും പാതിരാത്രി, പുറത്തേക്ക് പോകുന്ന അത്ര പന്തിയല്ലെന്നുള്ള നിലപാടിൽ ചുമ്മു സ്വയം നിയന്ത്രിച്ചുകൊണ്ട് അവിടെ തന്നെ കിടക്കാൻ ശ്രമിച്ചു. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും കട്ടിലിൻ്റെ മറുവശത്ത് ഭാരം കുറയുന്നതായിട്ട് ചുമ്മുവിന് അനുഭവപ്പെട്ടു. അവളൊരു വിധത്തിൽ കണ്ണുകൾ തുറന്ന് നോക്കിയപ്പോൾ കണ്ടു ഡോറിൻ്റെ കുറ്റി തുറന്ന് പുറത്തേക്ക് പമ്മി പമ്മി പോകുന്ന കാർത്തുവിനെ. ഈശ്വര, ഈ പെണ്ണിത് എങ്ങോട്ടേക്കാ? അവൾക്ക് പരിഭ്രമം തോന്നി. എങ്കിലും അവിടെ വന്ന് എഴുന്നേക്കാനോ കാർത്തുവിൻ്റെ പിന്നാലെ പോകുവാനോ അവൾക്ക് തോന്നിയില്ല. അനുവേട്ടൻ്റെ അടുത്തേക്കായിരിക്കും പെണ്ണ് പോയിരിക്കുന്ന എന്നൊരു ഉറപ്പുണ്ടായിരുന്നത് കൊണ്ട് അവൾ അങ്ങനെ തന്നെ കിടന്നു. കണ്ണുകൾ അടച്ചു പിടിച്ചുകൊണ്ട് അടുത്ത ഉറക്കത്തിനായി ചുമ്മു കണ്ണുകൾ പൂട്ടി. പക്ഷേ എത്രയൊക്കെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും അവളെ നിദ്രാദേവത വന്ന് അനുഗ്രഹിച്ചില്ല എന്ന് വേണം പറയാൻ. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് ബെഡിൽ കിടക്കുന്ന കാർത്തുവിൻ്റെ ഫോൺ അടിക്കുന്നത് ചുമ്മുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അവൾ അത് കയ്യിലേക്ക് എടുത്ത് സ്ക്രീനിലേക്ക് നോക്കി. അനുവേട്ടൻ കോളിംഗ്. ഇവളെന്താ ഫോൺ എടുത്തുകൊണ്ട് പോകാഞ്ഞത്? അനുവേട്ടൻ്റെ അടുത്തേക്കല്ലേ ഇവളിപ്പോൾ പോയത്? ഏട്ടൻ്റെ അരികിലേക്കായിരുന്നെങ്കിൽ ഇവളെ ഇപ്പോൾ ഏട്ടൻ വിളിക്കില്ലായിരുന്നല്ലോ. ചുമ്മുവിൻ്റെ നെറ്റിപ്പൊടുന്നതിനെ സംശയത്താൽ ഒന്ന് ചുളിഞ്ഞു. അതുകൊണ്ട് തന്നെ അനിരുദ്ധൻ്റെ കോൾ അടിക്കുന്നതിന് മുന്നേ തന്നെ ചുമ്മു അതെടുത്ത് ചെവിയോരം ചേർത്ത് പിടിച്ചു. ഹലോ പറയുന്നതിനോടൊപ്പം തന്നെ ചാടി എഴുന്നേറ്റ് മുറിക്ക് പുറത്തേക്ക് അവൾ വെപ്രാളത്തോടെ പാഞ്ഞു. ഹലോ അനുവേട്ട. മറുവശത്ത് നിന്ന് അനിരുദ്ധിൻ്റെ പ്രതികരണം ഒന്നും ഉണ്ടായില്ലെന്ന് കണ്ടതും ചുമ്മുവിന് വീണ്ടും ആദിയേറി. താഴേക്ക് പോകുവാനായി ലിഫ്റ്റിന് നേർക്കാണ് ആദ്യം അവൾ കാലുകൾ പായിച്ചത്. പക്ഷേ ലിഫ്റ്റിന് തൊട്ടരികിലായുള്ള ബാൽക്കണിയിലേക്ക് തുറന്നിട്ടിരിക്കുന്ന ഗ്ലാസ് ഡോർ ശ്രദ്ധയിൽപ്പെട്ടതും ചുമു എന്തുകൊണ്ടോ അങ്ങോട്ടേക്ക് വേഗത്തിൽ നടന്നു. ഇരുട്ടിൽ മുങ്ങിക്കിടക്കുന്ന ബാൽക്കണി റിസോർട്ടിൻ്റെ പുറത്തുള്ള ലൈറ്റുകളുടെ മങ്ങിയ വെളിച്ചത്തിൽ അവൾക്ക് ദൃശ്യമായിരുന്നു. പക്ഷേ പാതി തുറന്നിരിക്കുന്ന ഗ്ലാസ് ഡോറിനപ്പുറത്തേക്ക് ഒരടി മാത്രമേ ചുമു മുന്നോട്ടേക്ക് വെച്ചുള്ളൂ. വെച്ചതിന് ഇരട്ടി വേഗത്തിൽ അവൾ പിന്നോട്ടേക്ക് കാലുകളെ വലിച്ചു പോയിരുന്നു. എന്നിട്ട് പരവേശത്തോടെ തിരിഞ്ഞൊരോട്ടായിരുന്നു. കൃഷ്ണ. നെഞ്ചിന് മുകളിൽ വലങ്കൈ അമർത്തി അവൾ കോറിഡോറിലൂടെ എങ്ങോട്ടേക്കില്ലാതെ ഓടി. കൺമുൻപിൽ കണ്ടതിൻ്റെ പകപ്പിലായിരുന്നു പെണ്ണ് അപ്പോഴും. കാർത്തുവിനെ ചുവരിലേക്ക് ചേർത്ത് നിർത്തി അവളെ അമർത്തി പിടിച്ചുകൊണ്ട് അവളുടെ ചുണ്ടുകളിലേക്ക് അടുക്കുന്ന അനുവേട്ടൻ കാർത്തു വിട്ടിരിക്കുന്ന ടീഷർട്ടിൻ്റെ പകുതി ഭാഗവും താഴേക്ക് വലിച്ചിറക്കി വെച്ചിരിക്കുകയാണ്. അതിലൂടെ അവളുടെ മുൻവശം മുഴുവനും അനാവൃതമാണ്. അനുവേട്ടൻ്റെ കൈകൾ അവിടെ മാകെ പരതുന്നു. കാർത്തു ഒരു സ്വപ്നലോകത്തിൽ എന്ന വണ്ണം ചുവരിലേക്ക് തലയുടെ പിൻഭാഗം ചേർത്ത് വെച്ചുകൊണ്ട് എന്തൊക്കെയോ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നു. ചുമ്മു തലയൊന്ന് കുടഞ്ഞുപോയി. അനുവേട്ടൻ ഇങ്ങനെയൊക്കെ? ഷേ. കാർത്തികയുടെ ശബ്ദങ്ങൾ ഇപ്പോഴും കാതിൽ നിന്നും പോകുന്നില്ല എന്നവൾക്ക് തോന്നി. അവളുടെ പിന്നാലെ താൻ തിരക്കി പോവേണ്ടതില്ലായിരുന്നുവെന്ന്
ചുമ്മു അപ്പോൾ ആത്മാർത്ഥമായി ചിന്തിച്ചുപോയി. ലിഫ്റ്റും കഴിഞ്ഞ് മുന്നോട്ടേക്ക് നടക്കുമ്പോൾ സ്വന്തം മുറി തുറന്നാണ് കിടക്കുന്നതെന്ന് പോലും അവൾ ചിന്തിച്ചില്ല. കാണാൻ പാടില്ലാത്ത എന്തോ കണ്ടതിൻ്റെ പകപ്പിലായിരുന്നവൾ. അതുകൊണ്ട് തന്നെ ചുമ്മു മുന്നോട്ടേക്ക് തന്നെ നടന്നു. സ്യൂട്ട് റൂമുകൾക്ക് നടുവിലായി നീളത്തിൽ പണി കഴിപ്പിച്ച കോറിഡോറിലൂടെ നടക്കുമ്പോൾ വലത്തുവശത്തായി കാണുന്ന ഒരു കോമൺ ബാൽക്കണിയുടെ ഗ്ലാസ് ഡോർ പൊടുന്നതിനെ ചുമ്മുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പെട്ടെന്ന് തോന്നിയ ചിന്തയിൽ അവൾ ആ ഡോർ തുറന്ന് അകത്തേക്ക് കയറി. വളരെ വിശാലമായ ബാൽക്കണി ഏരിയയിൽ ആഡംബരത്തോടുകൂടി നിർമ്മിച്ചിരിക്കുന്ന ഒരു കോമൺ സ്വിമ്മിംഗ് പൂളിലേക്കാണ് ചുമ്മു ചെന്നുപെട്ടത്. അവിടെ നിന്ന് റിസോർട്ടിൻ്റെ മുൻപിലായിട്ടുള്ള മുറ്റവും എൻട്രൻസ് ഏരിയ ഒക്കെ കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ അതൊന്നും ആസ്വദിക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല നമ്മുടെ നായിക. ജീവിതത്തിൽ ആദ്യമായി കണ്ട കിസ്സിംഗ് സീൻ അവളെ വല്ലാതെ ഉലച്ചിരുന്നു. കയ്യിലിരിക്കുന്ന ഫോൺ കട്ട് ചെയ്ത് അവിടെ കിടക്കുന്ന ഒരു ചെയറിലേക്ക് ഇട്ടു പെണ്ണ്. ശേഷം വെള്ളത്തിലേക്ക് കാല് ഇട്ടുകൊണ്ട് പൂളിൻ്റെ മുകളിലായിരുന്നു. അവൾക്ക് ചിരി വരുന്നുണ്ടായിരുന്നു, കൂടെ ചമ്മലും നാണവും, അങ്ങനെ എന്തൊക്കെയോ ഭാവങ്ങളും. എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് കുനിഞ്ഞു പൂളിലെ വെള്ളം കൈക്കുമ്പിളിൽ കോരിയെടുക്കാൻ അവൾ വെറുതെ ശ്രമിച്ചു. പക്ഷെ നിർഭാഗ്യകര എന്ന് പറയട്ടെ, ബാലൻസ് തെറ്റി അവൾ പൂളിലേക്ക് മൂക്കും കുത്തി വീണുപോയി. ഛേ, അപ്രതീക്ഷിതമായതിനാൽ ഒന്ന് വേയിച്ചു പോയെങ്കിലും പെണ്ണ് നീന്തി മുകളിലേക്ക് കയറി. പുറത്തെ മഞ്ഞും തണുത്ത കാറ്റും പെണ്ണിൻ്റെ നനഞ്ഞ വസ്ത്രങ്ങളിൽ തട്ടി അവളിൽ വിറയലുണ്ടാക്കി. പല്ലുകൾ തമ്മിൽ കൂട്ടുമുട്ടുന്ന ശബ്ദം അവൾക്ക് തന്നെ കേൾക്കുവാനായി സാധിച്ചു. ചേരൽ കിടക്കുന്ന ഭാർത്തികയുടെ ഫോണ് എടുത്തുകൊണ്ട് മുറിയിലേക്ക് പോകുവാനായി തുനിഞ്ഞവൾ പൂൾ ബാൽക്കണി ഡോറിൻ്റെ മുൻപിൽ നിൽക്കുന്ന ആളിനെ കണ്ട് ഒന്ന് പരുങ്ങി കളിച്ചു. അപ്പോൾ കാത്തിരിക്കുക കേട്ടോ, അടുത്ത പാട്ടുമായിട്ട് വേഗം വരാവേ.